നമ്മൾ ആശീർവാദ പ്രാർത്ഥനയിൽ കിടക്കുന്ന മുമ്പായിട്ട് എല്ലാവരും മൗനമായി. കുഞ്ഞുങ്ങളെയൊക്കെ പരീക്ഷയ്ക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്ന് ചേർന്ന് നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ അവരുടെ മൊബൈലെടുത്ത് അവരും അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയണം. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാർ തന്നെ അടുത്ത് വിളിച്ച് അവരെ അവിടെ ശിരസ് കൈവച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുഞ്ഞുങ്ങളെ ഈ പരീക്ഷ ടൈമിൽ അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു പ്രാർത്ഥനകൾ ചെയ്യുന്നത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താറ് നടന്ന 10,000 ആരാധന ശക്തിയാൽ ഇന്നിവിടെ ആരെല്ലാം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബുദ്ധി കുറഞ്ഞ മക്കളുണ്ട്, കർത്താവ് ഓട്ടിസം ഉള്ള മക്കളുണ്ട്, കർത്താവ് ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളുണ്ട്. ഈശോയെ, ആ കുഞ്ഞുങ്ങളെല്ലാവരും ഗർഭത്തിൽ തന്നെ കർത്താവ് ആന്തരികമായ അപകടങ്ങൾ ഹൃദയത്തിന് ഹോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അതിൻ്റെ അവരുടെ അമ്മമാരുടെ വേദനകളുണ്ട്. ഈശോയെ, അതെല്ലാം കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഉറക്കം നിന്ന് കർത്താവ് റിലേ പോയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓർമ്മയിലില്ലെന്ന് ഞാൻ അന്താളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആസ്വദിക്കപ്പെടട്ടെ. കർത്താവ്, ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥകൾ മറ്റുള്ളവരെ അവരെ എല്ലാം കർത്താവ് നീ ആശീർവദിക്കണമേ. അവരുടെ യാത്രകളെ ആശീർവദിക്കണമേ, അവരുടെ സംരംഭങ്ങളെ ആശീർവദിക്കണമേ, അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഹോംവർക്കുകൾ നീ ആശീർവദിക്കണമേ. കർത്താവ്, എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത്, അവരുടെ യാത്രയുടെ തടസ്സങ്ങൾ, യാത്രയുടെ എന്നേക്കുവാൻ തടസ്സം വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ, അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ, കർത്താവ് ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ, ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഒരു 4 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവരെ, കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വച്ചിട്ട് ലോണിനായാലും വീടിനായാലും പലതരത്തിലുള്ള അപേക്ഷകൾ, അതിന് പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ, ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ, പിന്നെ അത് കാത്തിരിക്കുന്നവർക്ക് സുബോധർക്കുമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കർത്താവെ, അവരുടെ പരാതിയും പോരായ്മകൾ നീ തന്നെ പരിഹരിച്ചുകൊണ്ട് കർത്താവെ, അവർക്ക് നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് അവരുടെ ജീവിത വിജയം കൈവരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളം ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്നേ അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മർക്കോസ് 8:23, 8:26 ഒരുമിച്ച് പരിശോധിക്കുകയും എൻ്റെ വിഷയം ഇതാണ്: കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പം കർത്താവിനെ സുഖപ്പെടുത്തുമ്പോൾ കുറച്ച് പേര് കൂടി ഈ ബെത്സയിദയിൽ വെച്ചേ, ബെത്സയിദ എന്ന് പറയുന്ന ഒരു സമുദ്രതീര പട്ടണമാണ്. അവിടെ ഈശോ എത്തിയപ്പോൾ കുറച്ച് പേര് കൂടി ഒരു അന്ധനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വരികയാണ്. പക്ഷെ അവനെ സുഖപ്പെടുത്തുന്ന മുമ്പ് കർത്താവ് കാണിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുഖപ്പെടുത്തുന്ന മുമ്പ് അവനെ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. സുഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം അവനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം വായിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. മർക്കോസ് 8:23. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതായത് അവൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഇതാണ്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. പിന്നെ ഈശോ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവനപ്പോഴ് മനുഷ്യരെ തന്നെ തെളിച്ച് ഉള്ള പോലെ കാണും. അതിന് ശേഷം ഈശോ അവനോട് പറയും, വായിച്ചേ, എന്താ പറയണത്? 8:26 വായിച്ചേ. മർക്കോസ് 8:26. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ കർത്താവ് ഒരു വീര്യശക്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോരും, അതിനെ വേർപെടുത്തും. പിന്നീട് അവന് ആ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമെന്ന് തോന്നിയിട്ടില്ലേ? ആ വചനം എടുത്തേ, ഹെബ്രായർ 6:4 എടുത്തേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും. കണ്ട, ഈ ബെത്സയിദ കുരുടന്റെ കാഴ്ച വഴി വചനത്തിൽ ഭയങ്കര ബന്ധമുള്ളത് തോന്നുന്നു. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവാനുഗ്രഹത്തിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇവൻ പഴയ കൂട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാലേ, ചില ദൈവത്തെ നിന്ദിക്കുന്നുണ്ട്. ചില കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും ദൈവത്തിന്, ചില വീടുകളിൽ ചില പൊളിച്ച അപ്പന്മാരായാലും അമ്മമാരായാലും, എപ്പോഴും അപ്പന്മാർ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വന്ന് കിട്ടിയ തങ്ങളാരോ വലിയ ആളായിപ്പോയി എന്ന് കണ്ടാൽ, തങ്ങൾക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിലായി കഴിയുമ്പോൾ ഉടനെ അവരുടെ സ്റ്റൈലിന് വേണ്ടി അവർ ദൈവത്തെ നിഷേധിക്കും. എന്നിട്ട് വല്ല ഫ്രീ തിങ്കേഴ്സ് എന്ന എന്തെങ്കിലുമൊക്കെ പൊളിച്ച് പറഞ്ഞിട്ട് അവർ വേറെ സ്റ്റാറ്റസ് ഉണ്ടാക്കും. ദൈവത്തെ അംഗീകരിക്കണത് ചെറുക്ക് ചില പോരായ്മയെ തരും. അതായത് റോമ 1:20 ഇടയ്ക്കൊക്കെ പറയേണ്ടതാണ്. ചെറുക്ക് അപ്പോൾ അതുപോലെയുള്ള ചിന്താപദ്ധതികളിലൊക്കെ ചെന്ന് ചാടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെയുള്ളവരുടെ ദൈവികമായ കാര്യങ്ങളിലേക്കാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള ശക്തികളുമായിട്ടുള്ള ചങ്ങാത്ത അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ചങ്ങാത്ത അവസാനിപ്പിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവരെപ്പോഴും അവരുടെ തൊണ്ട ശവക്കുഴിയാണെന്ന് പറയത്തില്ല. എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. എപ്പോഴും ദൈവത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. റോമ 3:13 എടുത്തേ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അതാണ് ഗ്രാമം. മനസ്സിലായില്ലേ? ചില ആൾക്കാർ സംസാരിക്കേണ്ടി എപ്പോഴും ദ്വയാർത്ഥം ഉണ്ടാവും. ഈ ഊള മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ദ്വയാർത്ഥം ഉണ്ടാവും എപ്പോഴും. എന്ത് സംസാരിച്ചാലും തെറി ഉണ്ടാവും അതിൻ്റെ അകത്ത്. കാരണം തൊണ്ട തുറന്ന ശവക്കുഴി അറിയാവില്ല. ശവക്കുഴിനെ തുറന്ന് കിടന്നാൽ എന്തും ദുർഗന്ധമായിരിക്കും. അവർ എപ്പോഴും നെഗറ്റീവ് തന്നെ, കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പള്ളിയിലെ കാര്യം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും.
അച്ഛൻ മറക്കേറ്റിന് ഉടനെ കുറ്റം പറയും. വേറെ എന്ത് ധ്യാനകേന്ദ്രം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അപ്പം അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ അവസാനിക്കും. പിന്നെ എന്താ പറയണത്, അതിൻ്റെ മർക്കോസ് അവനെ സുഖപ്പെടുത്തും. ഈശോ അന്നേരം സുഖപ്പെടുത്തും. 8:26 എന്താ എഴുതിയിരിക്കണം, ഒന്ന് വായിച്ചേ. മർക്കോസ് 8:26 ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. അവൻ സുഖപ്പെട്ട് അനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് പോകരുതെന്ന് പ്രാവശ്യം ആ കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടത്തിലെ ചില കുപ്പിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈകിട്ട് എന്താ പരിപാടിയൊക്കെ ചോദിക്കത്തില്ലേ. എന്ത് പറഞ്ഞാലും ചത്തവൻ്റെ വീട്ടിൽ പരിചരിക്കാൻ കൂടിയാലും കുഴി വെട്ടണവരെ ചില ആൾക്കാർ നിൽക്കും. നിന്നിട്ട് ആ ചത്തവൻ്റെ അപ്പം സങ്കടപ്പെട്ടിരിക്കണമെന്ന് അപ്പനോട് ചോദിക്കും, അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും. അതാണ് പരിപാടി. അതാ ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ യവനെ സംബന്ധിച്ചുള്ള ആര് ചത്താലും ആരെ വെട്ടിമൂടിയാലും യവന് സ്മോൾ വേണം. അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് വില്ലേജ് എന്നുള്ള അർത്ഥമല്ല. ഇതുപോലെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, ദൈവത്തിനേക്കാൾ ഒന്നാം സ്ഥാനം വേറെ പല പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിനാണ് ആണ്. അപ്പോഴേ ഈശോ എന്താ പറയണത് അവനോട്, ഈ ഇത്തരം കൂട്ടായ്മയിൽ പ്രവേശിക്കുക പോലും 8:26 അത് ഈ നോൻപുകാലം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കൂട്ടായ്മ പ്രവേശിക്കുക പോലും ചെയ്യരുത്. ചെയ്താൽ എന്ത് സംഭവിക്കും? അത് 2:10 സംഭവിക്കും. എന്താ 2:10 വായിച്ചേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം, അതാണ് ഇവന് ഈ അറിവാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. ഈ അന്ധന് അറിവ് മൂലം അവർ ലോകത്തിന്റെ ഗ്രാമത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മളായിരിക്കും തോൽപ്പിക്കപ്പെടാൻ പോണത്, കണ്ടില്ലേ? കാര്യം ദൈവത്തിനെതിരെ സംസാരിക്കുന്നവൻ എപ്പോഴും പകയുള്ളവനും ഉള്ളിൽ വിഷമുള്ളവനും ഒക്കെ ആയിരിക്കും. അവൻ ഭയങ്കര യുക്തിയും തന്ത്രങ്ങളൊക്കെ പറയും. കാര്യം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ളത്, എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ദൈവം ഒരു പരീക്ഷണ വസ്തുവോ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ആളോ ഒരു ഇക്വേഷനോ ഒരു ഫോർമുലയോ ഒന്നുമല്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഉള്ളത്. ആ വ്യക്തിപരമായ അനുഭവങ്ങൾ ചില ലക്ഷക്കണക്കിന് അനുഭവങ്ങളാണ്. അതുകൊണ്ടല്ലേ ആൾക്കാർ വിശ്വാസം നിൽക്കണത് അങ്ങനെ. അപ്പം അതുകൊണ്ട് ആ അനുഭവം അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എത്ര രാത്രിയും പകലും ആകുമ്പോൾ തർക്കിച്ചാലും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്താണ് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി. അപ്പൊ ഈ വീണ്ടും പഴയ കുപ്പിക്കൂട്ടങ്ങളിലേക്ക് അതുപോലെ കുനായ്മ കൂട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കൂട്ടായ്മയും കൂട്ടുകെട്ടുമൊക്കെയാണ് കേട്ടാ ഉള്ള കാര്യം. നേരത്തെ പറഞ്ഞേക്കാം, നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, നോൻപും അതും ശരി ഇതും ശരി, നോൻപും ഇതൊക്കെ ആയിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. കുറച്ചൊക്കെ നട്ടല് വേണം. വാഴപ്പിണ്ടി വെച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് നട്ടലുള്ളവർക്കുള്ളതാണ്. താങ്ക് യു. 15:8 ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പറഞ്ഞ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. തിരിച്ചുപോയി. ആ ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സും ആത്മാവും ഇവിടെ ഇല്ല. തിരിച്ചുപോയി. അതാണ് വിഷയം. തിരിച്ചുപോക്കുകാരെ, ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലേബനെ ഉയർത്തിക്കിട്ട് പറയും, ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കണമാണ്. ഇവൻ്റെ ആത്മ വ്യത്യസ്തമാണ്. ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു. മറ്റേതെന്താണ്? തിരിച്ചു പോയിരിക്കുന്നു. കലേബാണ്. കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്താ പറയണത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അവർ പറയണത്. അതുകൊണ്ട് എന്താ പറയണത്? സംഖ്യ 14:3-4 എടുത്ത് വായിച്ചോളൂ. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. ഇതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം
കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അതാ വിഷയം. ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത്. കാലേബിനെ ഉയർത്തണതിൻ്റെ കാര്യം അതാണ്. എന്താ പറഞ്ഞത്? കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, തിരിച്ചു പോകാത്ത കാലേബിനെ പോലെ പൂർണ്ണമായി നിത്യത വരെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ആകർഷിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ തിരിച്ചുപോക്കുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബൈബിളിൽ ഇതിൻ്റെ ഒരു രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചുമ്മാ ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വരുന്നല്ലോ, എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല. ഞാൻ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മോര് കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും. അടുത്ത ദിവസം എന്താ ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത്? കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ്, അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം, എൻ്റെ അടുത്ത് വരാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം, അത് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് അറിയണമെങ്കിൽ മർക്കോസിന്റെ 2:4 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 2:4 ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ സംഭവം എന്നറിയാവോ? എന്താ സംഭവം? കർത്താവ് കഫർനാമിലൊരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും. അപ്പോഴേ ഒരു തളവായ രോഗിയും കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ? അപ്പോൾ വാദിക്കാൻ വരുമ്പോഴേ ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടുകൈ കൊണ്ട് ഇടിച്ച് അവർ ഓടിക്കും. അവരെന്നാ ചെയ്ത് സൈഡിൽ കൂടി, ഈ ഇസ്രായേലിൻ്റെ വീടല്ലേ, ഈ ചത്രം പോലെ ഇരിക്കും, സൈഡിൽ കൂടി ചെറിയ സ്റ്റെയർ കേസുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ കയറി മുകളിൽ ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ്. അവിടെ നമ്മുടെ മേൽക്കൂര പോലെ അല്ല, തട്ടിയാണ്. തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ 4 കാല് കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും. അപ്പം മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ്. ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത്. മത്തായി 2:4 പറയണത് എന്താണ്? ഒന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ 4:5 എന്താ പറയണെന്ന് നോക്കിയേ, വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് മേലോട്ട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കട്ടിലിറങ്ങി വരികയാണ്. ചുറ്റും നിലംകൂട്ടങ്ങൾ നടക്കി ഈശോ ഇരിക്കുകയാണ്. അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെയാണ്? ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കണ ആൾക്കാരില്ലേ, 4 പേര്, അവരാണല്ലോ ഈ ആളെ പൊക്കി കൊണ്ടുപോകുന്ന ഇത്രയും കഷ്ടപ്പെടണത്. കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് അവരാളെ താഴെ ഇറക്കുകയാണ്. ആ വീട്ടുകാരവിടെ നിന്ന് തെറി പറയുന്നുണ്ടാകും. കാര്യം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാശ് വേറെ വേണം വരും, നിൻ്റെ തന്ത കാശ് മുടക്കുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടാകും ആ വീട്ടുകാരവിടെ നിന്നുണ്ട്. പക്ഷെ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമേ ഈ വീട്ടുകാരൻ്റെ ഒരു പരിവും നടക്കണില്ല. അത് കാരണം ഇവനെ ബലം പ്രയോഗിച്ച് ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അവന്മാരുടെ വിശ്വാസത്തിന് വില ഉണ്ട് അവിടെ. ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി തെമ്മാടിത്തരം കാണിച്ചാലും പെര പൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നിരിക്കില്ല. നിങ്ങളെ പെര പൊളിക്കണതും പെങ്ങൾക്ക് ഓഹാരി കൊടുക്കാത്ത ആൾക്കാരും വീട്
കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വീട്ടിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾ മുഷ്കന്മാരും തലവഴിക്കാരും തോന്നിവാസം തെണ്ടികളുമാണെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കും. വിശ്വാസം ഉണ്ടായാൽ മതി. കാര്യം മനസ്സിലായില്ല? കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത്. കാര്യം നടക്കുന്ന കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത്. തെമ്മാടിത്തരം തോന്നിവാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ നിയോഗം വരും. കട്ടിലോടുകൂടി ഇറക്കിയ ആൾ വരും. കട്ടിലോടുകൂടി ഇറക്കിയ ആൾ സുഖപ്പെടും. പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരും. രണ്ടും രണ്ട് വിഷയമാണ്. നിങ്ങളുടെ നിയോഗം നിങ്ങൾ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഒരു വിഷയമല്ല, രണ്ട് വിഷയമാണ്. കാര്യം എന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. ഉടമ്പടിക്ക് എന്താ ഉള്ളത്? ഉടമ്പടിയിൽ ലക്ഷ്യം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക ഒരു ലക്ഷ്യമാണ്. വസ്തു വയ്ക്കുക വേറൊരു ലക്ഷ്യമാണ്. രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ്. ഉടമ്പടി ലക്ഷ്യം. അതിന് നിങ്ങൾ മാർഗം എന്താ ചെയ്യണത്? നിങ്ങൾ പത്രം കൊടുക്കുന്നു, പേഴ്സണൽ പ്രവർത്തനം ചെയ്യുന്നു, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുന്നു, രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു. അതെല്ലാം മാർഗമാണ്. ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക, അല്ലെങ്കിൽ PR കിട്ടുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇത് നടക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കഴിയും, നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും. പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായതുകൊണ്ടാണ്. നിയോഗമാണ് ലക്ഷ്യം. ഇവിടെ മാർഗം എന്താണ്? ഉടമ്പടി മാർഗമാണ്. ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. ഉടമ്പടി ലക്ഷ്യമാകും, നിയോഗം മാർഗമാകും. അവിടെയാണ് വിഷയം വേണ്ടത്. ഉടമ്പടി ലക്ഷ്യമാകും. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? ബയലാട്ടർ എഗ്രിമെൻറ്റ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഉടമ്പടി ലക്ഷ്യമാകും. ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം, വസ്തു വയ്ക്കുക, ഗ്രീൻ കാർഡ് കിട്ടുക, വിസ കിട്ടുക, അതൊക്കെ മാർഗമാകും. അത് എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ദൈവം, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്ന് പറയണത്. നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ, ഉടമ്പടി ദൈവം നിങ്ങളെ കാണുന്നത് കലേബിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചുപോയ ആൾക്കാരായിട്ടാണ്. കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും. കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു, ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത്, ഇത് നിൻ്റെ നിയോഗം എന്താണ്? ദൈവമാണോ നിൻ്റെ നിയോഗം? ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? അത് ദൈവമാണെങ്കിൽ നിൻ്റെ നിയോഗങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ. ചില ആൾക്കാർക്ക് മാർഗമല്ല. മാർഗം അവരുടെ ജോലി കിട്ടുക, വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം. മാർഗമാണ് ഉടമ്പടി. ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവിടെ ലക്ഷ്യം. അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതൊരു മാർഗമാകുകയേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോൾ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും. സംഖ്യ 14:24 നമുക്ക് ഒന്നുകൂടി വായിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യ 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്ന പറയണത്, അവൻ്റെ നിയോഗമല്ല കൊണ്ടുപോകണത്, ബൈ പേഴ്സൺ കൊണ്ടുപോവുകയാണ്. ഇതേ വ്യത്യാസം പറയണത്. ആ തറവാട് രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൊണ്ടുവന്ന ആൾക്കാർ മുകളിൽ തന്നെ നിൽപ്പുണ്ട് അവിടെ, ഇല്ലേ? നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത്. ആ കൊണ്ടുവന്ന ആൾക്കാർ മർക്കോസ് മത്തായിയുടെ 3:2 മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അവന്മാർ മുഷ്കുള്ളവന്മാരും തണ്ട് രോഗികളൊക്കെയാണ്. വീട്ടുകാരനായിട്ട് തെറിയും പറഞ്ഞവിടെ നിൽക്കുക, മുകളിൽ അവിടെ നിൽക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. അവന് നിയോഗം നടക്കണുണ്ട്, പക്ഷെ അവന് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ്. നിങ്ങളുടെ നിയോഗം നടക്കുന്നതോടെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ പറഞ്ഞ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്നവൻ അവൻ്റെ നിയോഗം കൊണ്ടുപോകുന്നല്ല പറയണത്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മളും പോകണം, നമ്മുടെ നിയോഗവും കർത്താവിൻ്റെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം മാത്രം പോരാ. നിങ്ങളുടെ മകളെ കാനഡയിൽ വിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് വിഷയം പറയണത്. മകളെ കാനഡയിൽ വിട്ടാലും ആസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ്? ഈ മുട്ടാളന്മാർക്ക് സംഭവിച്ചവരിക്കും. കണ്ടവൻ്റെ വില വിളിക്കാവുന്നല്ലാതെ വേറെ പരിപാടി നടക്കത്തില്ല. അവർക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റണില്ല. വിശ്വാസമുണ്ടവർക്ക്, പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും, പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം. വിശ്വാസത്തിന് അടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം. ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പടി ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം. ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ഒരു മനസ്സാണ് ഞാൻ നിങ്ങളോട് പറയണത്. കർത്താവ് പറഞ്ഞിരിക്കുക, ഞാൻ ഉള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും. പാടി വാഴ്ത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 12:26. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. ഇതാണ് കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ആ വചനം ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏറ്റു പറഞ്ഞേ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ്. എന്താണ്? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത്. കാലേബ് അന്ത്യം വരെയാണ് അവനെ നയിച്ച അരുവി വ്യത്യസ്തമാണെന്ന് പറയണത്. ചില ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും, വണ്ടി വിട്ട് പോകും. അതാണ് പ്രശ്നം. അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ്. ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല.
ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാണ് നിന്റെ നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത്. നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിന്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി കയറി നിത്യത വരെ പോകുന്നു. അങ്ങനെ നിന്നി അവൻ്റെ സ്നേഹിതനായിരിക്കുകയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി അത് കഴിഞ്ഞുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസഹത്തെയും സുവിശേഷ സാക്ഷ്യജീവിതത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യതയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് 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 തരും. പിന്നെ ചില നിൻ്റെ നിയോഗങ്ങൾ നടക്കത്തില്ല കേട്ടോ, ഉറപ്പായിട്ട് നടക്കത്തില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഈ നിയോഗത്തെ എടുക്കുന്നത്, പിശാചല്ല. ദൈവം എടുക്കണം. കാരണം ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കവും വരുക ഇത് നിനക്ക് തന്നാൽ നിന്റെ നിത്യത അപകടപ്പെട്ടു പോകുമെന്ന് നോക്കിയാൽ, നിത്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിനക്ക് നീ ഉണ്ടാവത്തില്ല, ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്തുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ റിസൾട്ട് വിത്തുകളുടല്ലേ, അതുപോലെ വിത്തുകളുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അത് റിപ്പയർ ചെയ്യേണ്ടത്